നമ്മുടെ മല്ലൂസ് ജംഗ്ഷനുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആൾക്കാർ നമ്മളെ പേഴ്സണലി കോൺടാക്ട് ചെയ്യാറുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഹോം കെയർ ജോലിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് നമുക്ക് വരാറുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് ഹോം കെയർ ജോലി ഈ 2024 കിട്ടാൻ എളുപ്പമാണോ, നമുക്ക് ഏതൊക്കെ സർട്ടിഫിക്കറ്റുകളാണ് നമുക്ക് വേണ്ടത്, ഇവിടെ ഹോം കെയർ ജോലി ചെയ്യുന്നതിന് ലൈസൻസ് നിർബന്ധമുണ്ടോ, എത്രയാണ് സാലറി നമുക്ക് കിട്ടുക, ഇവിടുത്തെ വർക്കിംഗ് അവേഴ്സ് എത്രയാണ്, ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഒക്കെ കമ്പനി പ്രൊവൈഡ് ചെയ്യുമോ, ജോലി കണ്ടെത്താനായിട്ട് സാധിക്കുമോ, ഇങ്ങനെയൊക്കെയുള്ള കുറേ ക്വസ്റ്റ്യൻസ് നമ്മളോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊരു ANM ആണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ GNM ആണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ BSc ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഹോം കെയർ ജോലി ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കോമൺ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഹോം കെയർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് നമ്മൾ ഇതിനു മുമ്പും ചെയ്തിട്ടുണ്ട്. അതൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. ഏറ്റവും പുതിയ ഇൻഫർമേഷൻസ് ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. നമുക്ക് നമ്മുടെ പുതിയ ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് നേരെ കിടക്കാം അല്ലേ. പുതിയൊരു വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം നിങ്ങളോട് പറയാൻ മറന്നുപോയി. നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കണില്ലേ, അതൊന്ന് എനേബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്തത്തുള്ളൂ കേട്ടോ. കുവൈറ്റിൽ മാത്രമല്ല കേട്ടോ, GCC കൺട്രികളിൽ മുഴുവൻ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നേഴ്സിംഗ് മേഖലയിൽ ജോലി ചെയ്യുന്ന ഒരുപാട് ആൾക്കാരെ, പ്രവാസികളെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ നേഴ്സിംഗ് മേഖലയിൽ ജോലി ചെയ്യുന്നവരെ തന്നെ നമുക്ക് 3 കാറ്റഗറികളായിട്ട് നമുക്ക് തിരിക്കാം. അതിൽ ഒന്നാമത്തെ കാറ്റഗറി എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് സെക്ടറിൽ അല്ലെങ്കിൽ മിനിസ്ട്രി ജോലിയൊക്കെ ചെയ്യുന്ന ആൾക്കാരെ ആയിട്ട് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ, രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് സെക്ടറിൽ ജോലി ചെയ്യുന്ന നേഴ്സുമാരായിരിക്കും. പ്രൈവറ്റ് സെക്ടർ എന്ന് പറയുമ്പോൾ അതിൽ പ്രൈവറ്റ് ക്ലിനിക്കുകൾ വിടും, അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ നേഴ്സൊക്കെ ആയിട്ട് ജോലി ചെയ്യുന്നവരില്ലേ, അങ്ങനെ ഒരു വിഭാഗമുണ്ട്. അത് കൂടാതെ വരുന്ന മൂന്നാമത്തെ ഒരു വിഭാഗമാണ് ഈ പറഞ്ഞ ഹോം കെയർ ജോലികൾ ചെയ്യുന്ന കെയർ ടേക്കർമാർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ കെയർ ടേക്കർമാരെ കുറിച്ച് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് ഹോം കെയർ ജോലിയെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത്. കുവൈറ്റിൽ അതിനിപ്പോ ഹോപ്പ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യാതൊരു കുറവുമില്ല. ഹോപ്പ് പഴയ പോലെയൊക്കെ തന്നെ. അതായത് ഞാനൊക്കെ വരുന്നത് എന്ന് പറഞ്ഞാൽ 2016 കാലഘട്ടത്തിലാണ് കുവൈറ്റിലേക്ക് ആദ്യമായിട്ട് വരുന്നത്. ഞാൻ പല വീഡിയോയിലും ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഹോം കെയർ ജോലിക്കായിട്ടായിരുന്നു ആദ്യം വന്നിരുന്നത്. ഹോം കെയർ ചെയ്തതിനു ശേഷമാണ് പിന്നെ നമ്മൾ ഇവിടുത്തെ ലൈസൻസും കാര്യങ്ങളൊക്കെ എടുത്താണ് ജോലിയും കാര്യങ്ങളൊക്കെ ആയത്. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോഴും ഇതേപോലെ സ്വന്തം വിസയൊക്കെ എടുത്ത് വന്നിട്ട് ഇവിടെ വന്നതിന് ശേഷം ഇതേപോലെ ഹോം കെയർ ജോലിയും കാര്യങ്ങളൊക്കെ ചെയ്ത് ലൈസൻസും കാര്യങ്ങളൊക്കെ എടുത്ത് പിന്നെ പ്രൈവറ്റ് ക്ലിനിക്കുകളിലേക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും കമ്പനികളിലേക്കോ അപ്ഗ്രേഡ് ചെയ്യുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ ചെയ്താൽ ഉണ്ടാകുന്ന ഒരു ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ഡിസേർവ് ചെയ്യുന്ന ശമ്പളം നമുക്ക് ഏൺ ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. ഇപ്പൊ നമ്മളുടെ ഹോം കെയർ കമ്പനി ത്രൂ ഇപ്പൊ നാട്ടിൽ നിന്ന് വരികയാണെങ്കിൽ അവർ പറയുന്ന ശമ്പളത്തിൽ നമുക്ക് ജോലി ചെയ്യേണ്ടതായിട്ട് വരും. അതായത് നമ്മൾ ചെയ്യുന്ന ജോലികളെല്ലാം സെയിം ആയിരിക്കും. 12 മണിക്കൂർ നമ്മൾ ജോലി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടേണ്ട ശമ്പളം എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു 300, 350, 400 KD ശമ്പളം കിട്ടേണ്ട സ്ഥാനത്ത് നമ്മൾ ഒരു ഹോം കെയർ കമ്പനി ത്രൂ പോയി ആ ജോലി ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ അതിന് നേർ പകുതി ശമ്പളവും ചിലപ്പോൾ ഒരു 200, 250 ശമ്പളത്തിൽ നമ്മൾ ഒതുങ്ങിപ്പോകുന്ന ഒരു അവസ്ഥയുണ്ടാവും. അപ്പോൾ ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ജോലി കണ്ടെത്താനായിട്ട് സഹായിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു സ്വന്തം വിസ എടുത്ത് വന്ന് ഇവിടെ വന്നതിന് ശേഷം നിങ്ങൾ സ്വന്തമായി ജോലി കണ്ടുപിടിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യം. അപ്പോൾ അങ്ങനെ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് വിചാരിക്കാം ഇവിടെ ജോലി കണ്ടെത്താനായിട്ട് പാടുണ്ടോ, നിങ്ങൾക്ക് ജോലികൾ കിട്ടുമോ എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ടാവും. ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ വരാറുണ്ട്. പണ്ടത്തെ പോലെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഒന്നും ഇപ്പൊ ഞാൻ അങ്ങനെ കാണാറില്ല. ഞാൻ അതിന് ശ്രമിക്കാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു. പക്ഷെ എങ്കിൽ പോലും ഹോം കെയർ ജോലികൾ നിലവിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഇവിടെ വന്നതിന് ശേഷം ഇതേപോലെ മാമ കെയർ അല്ലെങ്കിൽ ബേബി കെയർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ജോലികൾ കിട്ടാനായിട്ട് ഒരുപാട് സാധ്യതയുണ്ട്. ഈ ഫീൽഡിലെ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് ജെൻസിനേക്കാളും ഫീമെയിൽസിന് തന്നെയാണ് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത്. അപ്പോൾ പിന്നെ വരുന്ന വിസകളൊക്കെ നിങ്ങൾ നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട് കേട്ടോ. കാര്യം ഏത് എല്ലാത്തരം വിസയിലും കയറി വന്ന് ഇപ്പോൾ കാദിം വിസ അല്ലെങ്കിൽ മറ്റുള്ള വിസകൾ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വിസകളുണ്ട്. അപ്പോൾ ആ വിസകളിലൊക്കെ നോക്കിയിട്ട് വേണം നിങ്ങൾ ചെയ്യാനായിട്ട്. സ്വന്തമായ ഒരു വിസയൊക്കെ എടുക്കുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പ്രോപ്പർ ആയിട്ടുള്ള ഒരു വിസയിലാണോ നമ്മൾ വരുന്നത് എന്നുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ വന്നതിന് ശേഷം വിസ ഇഷ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. പ്രത്യേകിച്ച് കാദിം വിസയെ കുറിച്ചിട്ട് ഒരു വാക്ക് പറയാതിരിക്കാൻ സാധിക്കില്ല. കാദിം വിസ എന്ന് പറഞ്ഞാൽ ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ട് കിട്ടുന്ന ഒരു വിസയാണ് ഇവിടെ. അപ്പോൾ ആ വിസയ്ക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരു കുവൈറ്റിയുടെ അണ്ടറിൽ ആണ് എന്നുള്ള രീതിയിലായിരിക്കും നമ്മൾ വരുന്നത്. അപ്പൊ അങ്ങനെയുള്ള വിസകൾ എന്ന് പറഞ്ഞാൽ അവരുടെ അണ്ടറിൽ തന്നെ നമ്മൾ നിൽക്കേണ്ട അവസ്ഥകളൊക്കെ വരും. അപ്പൊ അതുകൊണ്ട് തന്നെ ഏതുതരം വിസയാണ് നമുക്ക് കിട്ടുന്നത് എന്ന് നമ്മൾ പ്രത്യേകം നോക്കേണ്ട ഒരു കാര്യമുണ്ട്.
അതാണ് ഈ ഹോം കെയർ ജോലിയുമായി ബന്ധപ്പെട്ടിട്ട് എടുത്തു പറയേണ്ട ഒരു കാര്യം. നിങ്ങളിപ്പോ ഒരു കമ്പനി ത്രൂ ആണ് നിങ്ങൾ വരുന്നതെങ്കിൽ പോലും നിങ്ങളുടെ വിസ ഏതാണ് എന്നുള്ള കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കാനായിട്ട് ശ്രമിക്കണം. അത് അർജന്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കാര്യം എന്ന് പറഞ്ഞാൽ അതും ഒരു കാര്യം വിസയിലൊക്കെയാണ് നിങ്ങൾ വരുന്നതെങ്കിൽ ഇവിടെ വന്നതിന് ശേഷം നിങ്ങൾക്ക് ആ വിസയിൽ യാതൊരു തരത്തിലുള്ള മാറ്റങ്ങളും ചെയ്തെടുക്കാനായിട്ട് സാധിക്കത്തില്ല. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ വന്നതിന് ശേഷം നിങ്ങൾ ആ വിസയുടെ പേരിൽ നിങ്ങൾ ബുദ്ധിമുട്ടേണ്ടി വരും. അപ്പോ വരുന്ന വിസയെ കുറിച്ച് അറിഞ്ഞിരിക്കുക, കിട്ടുന്ന ശമ്പളത്തെ കുറിച്ച് അറിഞ്ഞിരിക്കുക, ചെയ്യേണ്ട ജോലി എന്താണ്. അടുത്ത് പറയേണ്ട ഏറ്റവും വലിയൊരു പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ ലൈസൻസിനെ കുറിച്ചിട്ടാണ്. എന്താണ് കുവൈറ്റ് ലൈസൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹോം കെയർ ചെയ്യുന്നതിനും പ്രോമെട്രിക് ലൈസൻസ് നിർബന്ധമാണ്. നമ്മൾ മറ്റുള്ള എക്സാമുകൾ എഴുതുന്ന പോലെ തന്നെ ഈ ഹോം കെയർ ജോലിക്ക് വേണ്ടിയിട്ടും നമ്മുടെ നേഴ്സിംഗ് സർട്ടിഫിക്കറ്റുകളെല്ലാം വെച്ചുകൊണ്ട് നമ്മൾ പ്രോമെട്രിക്കിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യും. പ്രോമെട്രിക്ക് എഴുതിയെടുക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അല്പം മുൻഗണനയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ ലൈസൻസ് ഉണ്ട് എന്ന് വെച്ചിട്ട് നമുക്ക് സാലറി കൂടുതൽ കിട്ടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അങ്ങനെ കിട്ടാൻ സാധ്യതയില്ല. കാര്യം പറഞ്ഞാൽ ലൈസൻസ് എന്ന് പറയുന്നത് നമുക്ക് വർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും ലൈസൻസ് കാണിക്കാനായിട്ട് സാധിക്കും. പക്ഷെ ലൈസൻസ് എന്നുള്ളത് ഇല്ലാതെ തന്നെ ജോലി ചെയ്യുന്നവർ കൂടുതലുണ്ട് എന്നുള്ള കാര്യം ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞല്ലോ. അപ്പോൾ നിങ്ങൾ ലൈസൻസിന് പ്രാധാന്യം കൊടുക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ്. എങ്കിൽ പോലും ലൈസൻസ് ഇല്ലാതെയും ജോലി ചെയ്യുന്നവരുണ്ട്. അപ്പോൾ 2024 കുവൈറ്റിലെ ഹോം കെയർ ജോലികളെ കുറിച്ചിട്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിച്ചത്. ഇതിന്റെ സാലറിയും കാര്യങ്ങളും എങ്ങനെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏകദേശം ഒരു 12 മണിക്കൂറിനൊക്കെ ഡയറക്റ്റ് ഡ്യൂട്ടി നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഒരു 360 KD ഒക്കെ ശമ്പളം നമുക്ക് കിട്ടേണ്ടതാണ്. ഏറ്റവും ചുരുങ്ങിയ ശമ്പളമാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ നമ്മൾ കമ്പനി ത്രൂ ഒക്കെ പോവുകയാണെങ്കിൽ നമുക്ക് വളരെ കുറച്ചുള്ള ഒരു 200 KD 210 KD ഒക്കെ ആയിരിക്കും ചിലപ്പോൾ നമുക്ക് കിട്ടുന്നത്. അക്കോർഡിംഗ് ടു നിങ്ങൾ GNM ആണെങ്കിലോ ANM, അവിടെയാണ് നമുക്ക് GNMന്റെ AMന്റെ ഒക്കെ പ്രശ്നങ്ങൾ കമ്പനി ത്രൂ പോകുമ്പോഴാണ് നമുക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്നത്. ആ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തത് നിങ്ങൾ ഡയറക്റ്റ് പോയി ഡ്യൂട്ടി ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ANM GNM അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ നിങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരത്തില്ല. അപ്പോൾ ഇതൊക്കെയാണ് കുവൈറ്റിലെ ഹോം കെയർ ജോലികളെ കുറിച്ച് 2024 എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളത്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോയുമായിട്ട് വീണ്ടും ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതാണ്. അതുവരയ്ക്കും എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും